അപ്പൊ മക്കളെ നമ്മൾ നെക്സ്റ്റ് 21ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? ന്യൂമറിക്കൽ സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി എന്താണ് കംപ്ലീറ്റ് കമ്പഷൻ. അപ്പൊ മോൾ കൺസെപ്റ്റും ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുക, ഓർഗാനിക് കോമ്പൗണ്ട് കംപ്ലീറ്റ് കമ്പഷൻ മോൾ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0.01 മോൾ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് 10% ഹൈഡ്രജൻ ഓൺ കംപ്ലീറ്റ് കമ്പഷൻ പ്രൊഡ്യൂസ് 0.9 gram of H2O. The molar mass of X is. ഓർഗാനിക് കോമ്പൗണ്ട് മോളാർ മാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് നോക്കാം മക്കളെ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, ഇതിനെ ഞാൻ കമ്പഷൻ നടത്തി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? H2O കിട്ടും. ഈ കിട്ടിയ H2O 0.9 gram ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ therefore moles of H2O produced will be equal to 0.9 divided by 18, that is equal to 0.05. അങ്ങനെ therefore moles of hydrogen in H2O, that is 2 into 0.05 or that is equal to 0.1. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? 0.1 മോൾ ഹൈഡ്രജൻ ആണ് which will be is present in 0.01 മോൾ ഓർഗാനിക് കോമ്പൗണ്ട്. 0.01 മോൾ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്തുണ്ട്? 0.1 മോൾ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ മക്കളെ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ ഇൻ 0.01 ഓർഗാനിക് കോമ്പൗണ്ട് ഈക്വൽ ടു, അതായത് 0.01 മോളില് ഉള്ള ഹൈഡ്രജന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.1 into ഹൈഡ്രജന്റെ വെയിറ്റ് 1 or that is equal to 0.1 gram. അപ്പോൾ 0.1 gram ആണ് 0.01 മോളിൽ ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേടാ മക്കളെ എന്താ പറഞ്ഞിരിക്കുന്നത്? 0.1 gram ആണ് ഹൈഡ്രജൻ ഇൻ 0.01 മോൾ ഓർഗാനിക് കോമ്പൗണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ that is equal to 0.1 divided by 0.01 or that is equal to 10 gram hydrogen. അതായത് ഓർഗാനിക് കോമ്പൗണ്ടിൽ 1 മോൾ ഓർഗാനിക് കോമ്പൗണ്ടിലാണെങ്കിൽ 10 gram ഹൈഡ്രജൻ ഉണ്ടാവും. therefore weight percentage of hydrogen is equal to, നമുക്ക് പറയാം weight of hydrogen divided by weight of organic compound into 100. ഇതിവിടെ 10% ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ 10% ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ നമ്മൾ കണ്ടുപിടിച്ചു 10 gram ആണ്. വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് അറിയത്തില്ല. ദാറ്റ് ഈസ് ആക്ച്വലി ടേക്കൺ ആസ് m into 100. ഈ 10ഉം 10ഉം ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ I can get, which implies m is equal to 100 gram. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെ മാസ് എത്രയാണ് മക്കളെ? 100 gram per mole. So you can conclude that weight of organic compound is equal to 100 gram per mole. ഒരു മോൾ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ വെയിറ്റ് 100 gram ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ?